ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ടിപ്സുകളാണ് പറഞ്ഞു തരുന്നത്. ഒരു ബ്ലൗസ് എങ്ങനെ തയ്ക്കുക, സാരി ബ്ലൗസ് തയ്ക്കുമ്പോൾ എത്രമാത്രം പെർഫെക്റ്റ് ആക്കാൻ പറ്റുമെന്ന് അതിൻ്റെ കുറച്ച് ടിപ്സാണ് ഞാൻ പറയുന്നത്. നമ്മൾ ബ്ലൗസ് തയ്ക്കുമ്പോൾ കൂടുതൽ ഭംഗി കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ടിപ്പുകളാണ്. പിന്നെ നമ്മൾ തയ്ക്കുമ്പോൾ എളുപ്പമാക്കാൻ പറ്റാവുന്ന ഒരു കാര്യം കൂടിയാണ്. അത് തയ്ക്കണേക്കാട്ടിലും മുമ്പാണ് നമ്മളിതൊക്കെ ചെയ്യേണ്ടത്. ആ ടിപ്പുകളാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സാരി ബ്ലൗസാണ് എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ ആ ടിപ്പുകളിൽ ഫസ്റ്റ് ആദ്യം നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സാരി ബ്ലൗസിൽ ഏറ്റവും ഭംഗി തോന്നിപ്പിക്കുന്നത് ഒന്ന് നമ്മുടെ ഷോൾഡർ ഭാഗമാണ് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കേണ്ടത്. പിന്നെ അതിൻ്റെ സൈഡ് ഷോൾഡർ, ഇത് തൊട്ട് ഇവിടം വരെയുള്ളതാണ് സൈഡ് ഷോൾഡർ. ഇവിടം തൊട്ട് ഇവിടം വരെയാണ് സൈഡ് ഷോൾഡർ എന്ന് പറയുന്നത്. ഫുൾ ഷോൾഡർ എന്ന് പറയുന്നത് ബാക്കിൻ്റെ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളതാണ് ഫുൾ ഷോൾഡർ. അപ്പോൾ ഇതാണ് ഫുൾ ഷോൾഡറും ഇത് സൈഡ് ഷോൾഡറാണ്. പിന്നെ ഇതിൻ്റെ പകുതിക്കാക്കി രണ്ടാക്കി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഹാഫ് ഷോൾഡർ. ഇങ്ങനെയാണ് നമ്മൾ, മനസ്സിലായില്ലേ? ഇവിടെ നിന്നാണ് ഹാഫ് ഷോൾഡർ, ഇവിടെ നിന്ന് ഹാഫ് ഷോൾഡറാണ് ഇവിടം വരേക്കുള്ളത്. പിന്നെ നമ്മളത് ഫുള്ളായിട്ട് നിവർത്തി ഇങ്ങനെ ഇടുകയാണെങ്കിൽ ഫുൾ ഷോൾഡർ. ഇതാണ് സൈഡ് കേട്ടോ, ഇതാണ് നമുക്ക് സൈഡ് ഷോൾഡർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് പറഞ്ഞു തരാനുള്ളത്. അതിൽ നമ്മൾ ഷോൾഡർ എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തമായിട്ടൊരു 3 കാറ്റഗറി ആയിട്ട് നമ്മൾ എടുക്കാം. അതായത് ഇപ്പോൾ ഒരു 3 കാറ്റഗറിയിലായിട്ട് നമ്മൾ എടുക്കണം. ഒന്നാമത്തെ വിഭാഗത്തിന് നമ്മൾ 5.5 ഇഞ്ച് എടുക്കണം. രണ്ടാമത്തെ വിഭാഗത്തിന് 5.25 എടുക്കണം. മൂന്നാമത്തെ വിഭാഗത്തിന് നമ്മൾ 6 ഇഞ്ച് എടുക്കണം. ഇതിപ്പോൾ എങ്ങനെ എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് മീഡിയം ആയിട്ടുള്ള വണ്ണമുള്ള ആളുകളാണ് കേട്ടോ. മീഡിയം വണ്ണമൊക്കെ ഉള്ള ആളുകളാണ്. ഒരു 42-44 ഇഞ്ച് വരെയൊക്കെ ഉള്ള ആളുകളെ മീഡിയം സൈസ് എന്ന് പറയാം. ഈ 44 ഇഞ്ചിന് മുകളിലേക്ക് വണ്ണമൊക്കെ സൈസ് വരുന്ന ആളുകൾക്ക്, ചെസ്റ്റ് വരുന്ന ആളുകൾക്ക് നമുക്ക് ഒരു 6 ഇഞ്ചസ് എടുക്കാം. പിന്നെന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ മീഡിയം എന്ന് പറയുന്നത് ഇപ്പോൾ 5.25 ഇഞ്ച് എന്ന് പറയുന്നതാണ് നമ്മുടെ ഷോൾഡർ വരുന്നത്, ഫുൾ ഷോൾഡർ. അതായത് ഇങ്ങനെ ഇടുമ്പോൾ, നമ്മളിപ്പോൾ 4 ആയിട്ട് ഇടുമ്പോൾ ഇങ്ങനെയുള്ള ഷോൾഡറാണ് കേട്ടോ. അപ്പോൾ അത് ഹാഫ് ഷോൾഡർ ആയിട്ട് വരും ഇങ്ങനെ ഇടുന്നത് കേട്ടോ. ഇങ്ങനെ ഇടുമ്പോൾ വരുന്നതാണ് ഷോൾഡർ പറഞ്ഞത്. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളത്. അപ്പോൾ ഇത് ഫോൾഡിങ് ആണ് ഇട്ടിരിക്കുന്നത്, ബാക്ക് ഭാഗത്തിന് നടുമടക്കി ഇടുന്നത്. അപ്പോൾ ഇത് 4 ആയിട്ടല്ലേ വരും, 4 ഡിവിഷനായിട്ടല്ലേ വരും, 1 2 3 4 ഉണ്ട്. അങ്ങനെ വരുമ്പോഴാണുള്ള ഷോൾഡറാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, ഈ പറഞ്ഞ 5.25 എന്ന് പറയുന്നത്. 6 ഇഞ്ച് എന്ന് പറയുന്നത് 44 സൈസിന് മുകളിലേക്കൊക്കെ വരുന്നവരൊക്കെ ഒരു മീഡിയം വണ്ണം, അത് മീഡിയം വണ്ണത്തിന് മുകളിലേക്ക് കടന്നില്ല. അങ്ങനെയുള്ള വണ്ണം വരുന്ന ആൾക്കാർ 54 സൈസൊക്കെ വരുന്ന 55 സൈസ് വരെ വരുന്ന ആൾക്കാർക്കൊക്കെ 6 ഇഞ്ച് എടുത്താൽ മതി. ഇനി ഒരു 55 സൈസിനേക്കാളും മുകളിലേക്ക് പോകുകയാണെങ്കിൽ മാത്രം ഒരു 6.25 എന്നൊക്കെ 6.5 കഷ്ടി അങ്ങനെയൊക്കെ എടുത്താൽ മതി. അത് അതിനും കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല, അത്രയൊക്കെ ആവശ്യമുള്ളൂ. ശരിക്കും 3 കാറ്റഗറൈസ് ചെയ്ത് എടുത്താൽ മതി. പിന്നെ 5.5 എന്ന് പറഞ്ഞാൽ നോർമലായിട്ടുള്ള ആളുകളെല്ലാം 5.5 സൈസിൽ നമുക്ക് എടുക്കാം. പിന്നെ തീരെ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് കുറവും അതേപോലെ തീരെ സൈസ് ഇല്ലാത്ത ആളുകൾക്ക് മാത്രം ഒരു 5.25 എടുത്താൽ മതി. വളരെ എക്സ്ട്രാ സ്മോൾ എന്ന് പറയില്ല, ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള ആളുകളെ മാത്രം ഒരു എക്സ്ട്രാ സ്മോളിന് മാത്രമാണ് നമുക്കൊരു 5.25 കൊടുക്കേണ്ടതുള്ളൂ. അല്ലാതെ സാധാരണ രീതിയിൽ ഈ 3 കാറ്റഗറിയിൽ നമുക്ക് എടുത്താൽ മതി കേട്ടോ. 5.5 നോർമലായിട്ടുള്ള എല്ലാം 5.5 എടുക്കാം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഈ 44 സൈസിന് താഴെയുള്ള ഒരു 35 ഇഞ്ച് തൊട്ട് വണ്ണമുള്ള 32-35 ഇഞ്ച് തൊട്ട് 44 വരെയുള്ള സൈസുള്ള ആളുകളെല്ലാം നമ്മളൊക്കെ ഈ ഒരു 5.5 സൈസിൻ്റെ ഉള്ളിൽ 5.5 ഹാഫ് ഷോൾഡറിലേക്ക് എടുക്കാം. ഈ ഹാഫ് ഷോൾഡറിലേക്ക് എടുക്കാം, 4 ആയി മടക്കിയതിൻ്റെ ഷോൾഡറിലേക്ക് നമുക്കിത് എടുക്കാം. ഇതാണ് നമ്മുടെ പ്രധാന പോയിന്റ്. പിന്നത് നമ്മുടെ പ്രധാന നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞു തരാൻ പോകുന്നത്, ബ്ലൗസിൽ ഏറ്റവും കൂടുതൽ ഷേപ്പ് കിട്ടാൻ പറ്റാവുന്ന ഒരു ട്രിക്കാണ് നമ്മൾ പറയുന്നത്. സാരി ബ്ലൗസിന് ഏറ്റവും കൂടുതൽ ഫ്രണ്ട് പോർഷൻ നമുക്ക് ഷേപ്പ് കിട്ടണമെങ്കിൽ, അത് നമുക്ക് ടൈറ്റ് അല്ലാത്ത രീതിയിൽ ഇരിക്കണമെങ്കിൽ, ടക്കുകളുടെ ഭാഗത്തൊക്കെ ഭയങ്കര ഒരു ഇടുസം പോലെ അല്ലെങ്കിൽ ടൈറ്റ് വരുന്നതൊക്കെ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് മാറ്റാനായിട്ടും, പിന്നെ നല്ല ഒരു ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ഫിറ്റ് കറക്റ്റ് ബ്യൂട്ടി അങ്ങനെ വരില്ല. അതായത് നമ്മളിപ്പോൾ ചെസ്റ്റ് സൈസ് അല്ലെങ്കിൽ അതായത് ബെസ്റ്റ് സൈസ് നമ്മളിങ്ങനെ ടൈറ്റായിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് എന്താ പറയുക ഭയങ്കര ബോറിംഗ് ആയിട്ട്, അത് ഈ പോർഷനൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക
ഇവിടെ നിന്നാണ് ചെസ്റ്റ് സൈസ് എടുക്കുന്നത്. വെസ്റ്റ് സൈസ് എടുക്കുന്നത് ഇവിടെ നിന്നുള്ള അളവാണ് വെസ്റ്റ് സൈസ് എടുക്കുക. അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. ടക്കിൻ്റെ മെയിൻ ടക്ക് പോയിന്റിൽ നിന്ന് എടുക്കുന്നതാണ് വെസ്റ്റ് സൈസ്. ഇവിടെ നിന്ന് ഈ പോയിന്റിൽ നിന്ന് ചെസ്റ്റ് സൈസ് എടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഷേപ്പ്, ഈ ഭാഗത്ത് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, വെസ്റ്റ് നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കൂടുതൽ ആളുകൾക്ക് അവിടെ കറക്റ്റ് ഷേപ്പ് കിട്ടാറില്ല. കുറച്ച് സൈസ് കൂടുതൽ, വെസ്റ്റ് സൈസ് കൂടുതലുള്ളവർക്ക് അവർക്ക് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വെസ്റ്റ് സൈസ് കൂടുതൽ വരുമ്പോൾ നമുക്ക് ഈ ഭാഗത്ത് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും ഭയങ്കര ടൈറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടും എന്താ പറയുക, പിന്നെ കൂടുതൽ ടൈറ്റ് ആയി ഇങ്ങനെ അമങ്ങി നിൽക്കണ പോലെ വരും. അപ്പോൾ അതൊരു ഷേപ്പ് വരില്ല, ഷേപ്പ്ലെസ് ആയി മാറും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഈ ഒരു ടക്ക് എടുക്കണ്ടല്ലോ, ഈ ഒരു ടക്കിൽ എടുക്കുമ്പോൾ ഇതാണ് മെയിൻ ടക്ക് എന്ന് പറയുന്നത്. മെയിൻ ടക്കിൻ്റെ ഇതിൻ്റെ വൈഡ് ഉണ്ടല്ലോ, അതായത് ഇതിൻ്റെ വൈഡ്, മെയിൻ ടക്കിൻ്റെ ഇതാണ് മെയിൻ ടക്കിൻ്റെ നീളം, ലെങ്ത്ത്, അതിൻ്റെ ഇതാണ് വൈഡ് എന്ന് പറയുന്നത്. ഇതാണ് വൈഡ്, ഇത് ഉള്ളിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എത്ര എടുക്കണ്ടേ എന്നുള്ള അളവാണ് നമ്മൾ പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ 5.5 ഷോൾഡർ എടുത്തൊരു വ്യക്തിക്ക്, 5.5 നമ്മൾ ഷോൾഡർ എടുത്തു. ആ വ്യക്തിക്ക് നമ്മൾ എത്ര എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് 1.5 ഇഞ്ച് നമ്മൾ ഷേപ്പ് ഇട്ടാൽ മതി. ഈ 1.5 ഇഞ്ച് ഷേപ്പ് മീൻസ് നമ്മൾ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഇവിടെ തൊട്ട് നമ്മൾ ഇതാണ് നമ്മുടെ ബെസ്റ്റ് പോയിന്റ്. അതിനകത്ത് നിന്ന് നമ്മൾ 1 ഇഞ്ച് താഴത്തേക്ക് ഇറക്കും. ഈ പോയിന്റിൽ നിന്ന്, മെയിൻ പോയിന്റിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് 1 ഇഞ്ച് ഇറക്കിയ ശേഷമാണ് നമ്മൾ മെയിൻ ടക്ക് എടുക്കുന്നത്. ഇതിൻ്റെ BP പറഞ്ഞ ഈ ടക്ക് എടുക്കുന്നത്. അപ്പോൾ ഈ ടക്ക് എടുക്കുന്നത് ഈ 1 ഇഞ്ചിൽ നമ്മൾ എത്രയാണ് നമ്മൾ അതിൻ്റെ എടുക്കേണ്ട അളവെന്ന് വെച്ചാൽ അത് നമ്മൾ എടുക്കുന്നത്. ഒരു 3 ഇഞ്ച് നമ്മൾ താഴത്തേക്ക് ഇറക്കി, അല്ലെങ്കിൽ 3.5 ഇഞ്ച്, ഒരാളനുസരിച്ച് 3, 3.5, അത് നിങ്ങൾ എത്രയാണോ അവർക്ക് ടക്ക് കൊടുത്തിരിക്കുന്നത് വെച്ചാൽ അളവ് ബ്ലൗസിൽ നിന്ന് അത് എടുക്കുക. ആ അളവ് എടുത്ത ശേഷം ഇപ്പുറത്തോട്ടും ഇങ്ങോട്ടേക്കും അതേപോലെ ഇങ്ങോട്ടേക്കും വരയ്ക്കുന്ന ഈ വൈഡ് ഉണ്ടല്ലോ, അതാണ് ഈ പറഞ്ഞ 1.5 എന്ന് പറയുന്നത്. ഇവിടേക്കും 1.5, ഇവിടേക്കും 1.5. മനസ്സിലായോ? ഇതാണ് നമ്മൾ പറഞ്ഞ ഈ 1.5. ഇതാണ് നമ്മുടെ 1.5, ഇതാണ് നമ്മുടെ 1.5. ഓക്കെ, ഈ 5.5 എടുക്കണ ഈ ഷോൾഡർ ഇവിടം തൊട്ട് ഇവിടം വരെ ഷോൾഡർ എടുക്കുന്ന ഒരു വ്യക്തിക്ക്, ഇതാണ് നമ്മൾ 5.5 എടുക്കുന്നത്. 5.5 എടുക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മളിവിടെ 1.5 ഇഞ്ച് എടുക്കണം. ഓക്കെ, ഇത്ര എടുത്താലാണ് നമുക്ക് ആ ഒരു കപ്പ് ഷേപ്പ് കറക്റ്റായി വരുള്ളൂ. കപ്പ് ഷേപ്പ് കറക്റ്റായാൽ മാത്രമാണ് ആ ബ്ലൗസ് ഫ്രണ്ട് ഭംഗി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് സാരി ഉടുക്കുമ്പോൾ അതിൻ്റെ ഒരു അപാകത നമുക്ക് സാരി ഉടുത്താലും അത് എടുത്ത് കാണിക്കും. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇവിടെ നിന്നുള്ള അളവ് എടുക്കുന്ന അളവാട്ടോ. നമ്മൾ സാധാരണ ചെറിയ രീതിയിൽ നമ്മളൊന്ന് ഇത് രീതിയിൽ വരച്ചു എന്നേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ ഷേപ്പാക്കി വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഷേപ്പാക്കി വരയ്ക്കാം. ഇതാണ് അളവ്. അപ്പോൾ ഈ അളവാണ് ഞാൻ പറഞ്ഞ ഈ 1.5 എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്രധാന പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1.5, ഇങ്ങോട്ടേക്ക് ഒരു 1.5, ഇതാണ് പോയിന്റ് പറഞ്ഞത്. അപ്പോൾ ഈ 5.5 ഇഞ്ച് എടുക്കണ ഹാഫ് ഷോൾഡർ എടുക്കുന്ന ഒരു വ്യക്തിക്ക് 1.5 ഇഞ്ച് എടുക്കുക. ഇങ്ങോട്ടും ഷേപ്പ്, മെയിൻ കപ്പ് ഷേപ്പാണ് പറഞ്ഞത് എടുക്കേണ്ടത്. പിന്നെ 5.25 ഇഞ്ച് അളവെടുക്കുന്ന വ്യക്തിക്ക്, ഒരു 44 സൈസ് വരെയുള്ളവർക്കൊക്കെയും ഈ 5.25 ഇഞ്ച് ഹാഫ് ഷോൾഡർ എടുത്താൽ മതി. ഓക്കെ, ഹാഫ് ഷോൾഡർ എടുത്താൽ മതി. അവർക്ക് നമ്മൾ 1.25 ഇഞ്ച് ഈ കപ്പിൻ്റെ ഷേപ്പ് എടുക്കണം. ഇത് നമ്മൾ 1.25 എടുക്കണം. ഓക്കെ, 1.25 ഇഞ്ച് ഇങ്ങോട്ടും 1.25 ഇഞ്ച് ഇങ്ങോട്ടും കൊടുക്കണം. ഓക്കെ, 1.25 കൊടുക്കണം. പിന്നെ 6 ഇഞ്ച് എടുക്കുന്ന വ്യക്തിക്ക്, അതായത് 6 ഇഞ്ച് ഹാഫ് ഷോൾഡർ എടുക്കുന്ന വ്യക്തിക്ക്, കുറച്ച് 44 സൈസിന് മുകളിലുള്ളവർക്കൊക്കെ നമ്മളൊരു 6 ഇഞ്ച് ഹാഫ് ഷോൾഡർ എടുക്കുക. അങ്ങനെ എടുക്കുന്ന വ്യക്തിക്ക് 2 ഇഞ്ച് എങ്ങനെ പോയാലും ഇതിൽ ഈ 1.5, 1.25 ഇഞ്ചും കൊടുക്കരുത്. ഈ 6 ഇഞ്ചിൻ്റെ സൈസുള്ളൊരു വ്യക്തിക്ക് അവർക്ക് ഭയങ്കര ഫിറ്റായി മാറും. അവരുടെ ചെസ്റ്റ് സൈസിൽ വണ്ണം കൂടുമ്പോൾ അതിനനുസരിച്ച് ഇത് ഈ 1.5, 1.25 ഇഞ്ചും ഇട്ട് ആളുകൾക്ക് ഭയങ്കര ടൈറ്റ് അനുഭവപ്പെടും. അപ്പോൾ 2 ഇഞ്ചിനെ ശരിക്കും അവർക്ക് ഇത് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ തുണിയുടെ ഫുൾ തടവും അവർക്ക് ശരിക്കും ഉപയോഗം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബാൻഡ് എക്സ്ട്രാ പീസ് നമ്മൾ വെക്കേണ്ടി വരും. നമുക്ക് ബാൻഡ് 6 പീസും അതിനകത്ത് ചിലപ്പോൾ ഒരു പക്ഷെ കിട്ടിയെന്ന് വരില്ല തുണി കുറവ് എടുക്കുന്നവർക്ക്. അപ്പം നമ്മൾ ഈ ഒരു സംഭവത്തിൽ ലാഭം എടുക്കരുത്. അതിൽ 1.5 ആക്കാൻ ശ്രമിക്കരുത്, 1.25 ആക്കാൻ ശ്രമിക്കരുത്. അത് 2 ഇഞ്ച് തന്നെ എടുക്കണം. എന്നിട്ട് 2 ഇഞ്ച് സൈസും പറ്റാത്ത ചില ആളുകൾക്കുണ്ട്. അപ്പോൾ ഇത് ഈ പറഞ്ഞതാണ് ഇവൾക്ക് 2 ഇഞ്ച്. അപ്പം നമ്മൾ ഇതിന് 2 ഇഞ്ച് ഈ സൈഡിലേക്കും 2 ഇഞ്ച് അങ്ങനെ നമ്മൾ മെയിൻ ടക്ക് എടുത്തു, വിടുത്തെടുത്തു കേട്ടോ. മെയിൻ ടക്കിൻ്റെ വിടുത്തെടുത്തു.
ഇതാണ് നമ്മുടെ പ്രധാന പോയിന്റ്. പിന്നെ ഇത് 2 ഇഞ്ച് പോരാ എന്ന് വരുന്ന വ്യക്തി, എന്നിട്ട് അവർക്ക് ടൈറ്റ് അനുഭവപ്പെടുന്നു, അത്രയും ബസ്റ്റ് സൈസ് കൂടുതലുള്ള വ്യക്തികളാണെങ്കിൽ പിന്നെ അവർക്ക് നമ്മൾ ഇതേപോലെ എടുക്കുന്നതിൽ വേറൊരു രീതി കൂടി ചെയ്യണം. നമ്മൾ ഡയറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടുന്ന രീതി മാറ്റിയിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷൻ നമ്മൾ ക്രോസ് കട്ട് വെട്ടണം. ഫ്രണ്ട് പോർഷൻ മാത്രം, ബാക്കി എല്ലാ ഭാഗവും സാധാരണ സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടുക, ഈ ഫ്രണ്ട് പോർഷൻ മാത്രം ക്രോസ് കട്ട് ഇട്ട് വെട്ടുക. ക്രോസ് കട്ട് ഇട്ട് വെട്ടുമ്പോൾ നമുക്ക് ഇത് നല്ല 2 ഇഞ്ച് എണ്ണ എടുത്താലും മെയിൻ ടക്ക് 2 ഇഞ്ച് എണ്ണ എടുത്താലും നല്ല ഫിനിഷിങ്ങിൽ വരും, നല്ല കപ്പ് സൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഐഡിയ ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കുക. നമ്മളൊരു ക്രോസ് കട്ട് എന്ന് പറയുന്നത് ഈ ഒറ്റ ടക്ക് ബ്ലൗസ് എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു മെയിൻ ടക്ക് മാത്രമേ ഉള്ളൂ. ചിലവർ ഈ ഒരു മെയിൻ ടക്ക് മാത്രമേ ഇടുള്ളൂ. ചിലവർ ഈ ഒരു ടക്കും കൂടി ഫ്രണ്ട് ടക്ക് ഈ ഒരു ടക്കും കൂടി ഇടും. ഹുക്ക് ഹോൾഡ് ഈ ഭാഗത്തു നിന്നുള്ളൊരു ടക്കില്ലേ, അത് കഴുത്തിൻ്റെ ഈ ഭാഗത്തു നിന്നുള്ള ആ ഒരു ടക്കും കൂടി ഇടും ഈ പറഞ്ഞ ഒറ്റ ടക്ക് ബ്ലൗസിൽ. പിന്നെ ഈ ടക്കും ഇടാറില്ല, ഈ ടക്കും ഇടാറില്ല. അതാണ് ക്രോസ് കട്ട്. ക്രോസ് കട്ട് ആണെങ്കിൽ സൈഡിലേക്ക് ചെരിച്ചിട്ട് ഈ ഒരു പോർഷനെ ഈ സൈഡിലേക്ക് ചെരിച്ചിട്ട് ഇടും. അതായത് ഇപ്പോൾ നമ്മൾക്ക് ഈ ബ്ലൗസ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ ഇങ്ങനെയാണ് ഇടുക. നമ്മൾ തുണിയുടെ ഈ ഭാഗത്ത് നിന്ന് ഇതിപ്പോൾ സ്ട്രെയിറ്റ് ആയിരിക്കുന്ന സംഭവം, ഇത് സ്ട്രെയിറ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ബ്ലൗസ് തയ്ക്കുന്നത് ഇങ്ങനെ എടുക്കുന്നത്, അളവെടുക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ എടുത്തത്. ഇങ്ങനെയാണ് നമ്മൾ അളവെടുത്തത്. ഓക്കെ. പക്ഷേ ഇത് നമ്മൾ ഇങ്ങനെ എടുക്കുന്നതിന് പകരം നമ്മൾ ഇങ്ങനെ ചെരിച്ച് ഇട്ടിട്ടാണ് നമ്മൾ ഇതിങ്ങനെ കട്ട് ചെയ്യണത്. ഇങ്ങനെയാണ് ക്രോസ് കട്ട് ബ്ലൗസ് എടുക്കുക. അപ്പം മെയിൻ ടക്കും ഫ്രണ്ട് ടക്കും മാത്രം എടുത്താൽ മതി. ഈ 2 സൈഡിലെ ഫ്രണ്ട് ടക്കും മാത്രം എടുക്കുള്ളൂ. സൈഡിലെ കൈക്കുഴി ഭാഗത്തു നിന്ന് വരണ ടക്ക് എടുക്കില്ല, അതുപോലെ സൈഡ് ഭാഗത്തെ ടക്കും എടുക്കില്ല. അപ്പം അങ്ങനെയാണ് എടുക്കേണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്